Assalamualaikum. Hi all. Welcome back to my channel Mymoonz Kitchen. അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. ഇന്നത്തെ റമലാൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാൻ മെയിനായിട്ട് ഉണ്ടാക്കിയ ഒരു സാധനം എന്ന് പറയുന്നത് കുറേ ദിവസമായിട്ട് മോളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ് പാവ് ബജി ഉണ്ടാക്കാനുള്ളത്. കുറേ ദിവസമായിട്ട് പറയുന്നത്. അപ്പോൾ ഓരോ ദിവസവും നാളെയാക്കാം എന്ന് പറഞ്ഞിട്ട് ഒന്നാമത് അതിൻ്റെ ആ ഒരു എക്സാക്റ്റ് റെസിപ്പി കിട്ടണമല്ലോ. അപ്പോൾ കുറേ സെർച്ച് ചെയ്തിട്ട് ഏറ്റവും നല്ലതെന്ന് തോന്നിയ ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ ട്രൈ ചെയ്തത്. അത് സക്സസ് ആവുകയും ചെയ്തു. അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. എന്തായാലും നമുക്കിനി പുറത്തൊന്നും പോയിട്ട് പെട്ടെന്നൊന്നും ഇങ്ങനെ ഫുഡൊന്നും കഴിക്കാൻ പറ്റണമെന്നില്ല. അപ്പം അതേ രുചിയിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാമല്ലോ. അപ്പം ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് പാവ് ബജിയാണ് ഉണ്ടാക്കിയത്. പിന്നെ പാവ് ബജിക്ക് സ്പെഷ്യലായിട്ടൊരു മസാല പൗഡർ ഉണ്ട്. ആ ഒരു പൗഡറും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണേ. അപ്പോൾ ഞാനിപ്പം പാവ് ബജിക്കുള്ള മസാല കൂട്ടുണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും 1 ടേബിൾ സ്പൂണോളം വലിയ ജീരകവും ഇട്ട് കൊടുക്കാം. ഇത് മൂന്നും ഇട്ടിട്ട് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മല്ലിയൊക്കെ ഒന്ന് റോസ്റ്റ് ആയിട്ടൊന്ന് ജസ്റ്റ് സ്മെല്ലൊക്കെ പുറത്ത് വരുന്ന ആ ഒരു വിധം വരെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1-2 ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. 2 ഏലക്കായ, പിന്നെ ഒരു 5 മുതൽ 8 വരെ ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. 2 ബേ ലീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഇനി നന്നായിട്ട് ഒന്നങ്ങ് വറുത്തെടുക്കണം. നന്നായി ഒന്ന് റോസ്റ്റായി വരുമ്പം നല്ല മണമൊക്കെ വരും. ആ ഗ്രാമ്പൂവിൻ്റെയും പട്ടയും പിന്നെ മല്ലി എന്താ പറയുക ജീരകങ്ങളുടെയൊക്കെ മണം അടിപൊളിയായിട്ട് വരും. അന്നേരം നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനിയിപ്പം ഇതേ പാനിൽ തന്നെ ഞാൻ കുറച്ച് മുളകും കൂടെ ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് ഞാനൊരു 5-8 എണ്ണം കാശ്മീരി എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 2-3 എണ്ണം സാദായും എടുത്തിട്ടുണ്ട്. അതെല്ലാം ഫുള്ളായിട്ട് കാശ്മീരി എടുക്കുക കേട്ടോ. ഞാനിപ്പം കുറച്ച് എരിവും കുറച്ച് കളറും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് രണ്ടും മിക്സാക്കി എടുത്തത്. രണ്ടും കൂടെ ഇട്ട് നന്നായിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അപ്പോൾ മുളകിൻ്റെയൊക്കെ ആ ഒരു കളറൊന്ന് ജസ്റ്റ് മാറി വരുമ്പം ഒരു മണമൊക്കെ വരും എന്തായാലും. അപ്പോൾ നമുക്കതൊരു പ്ലേറ്റിലേക്ക് ഇനി മാറ്റാം. ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറി വന്നു കഴിഞ്ഞാൽ ഒരു മിക്സീൻ്റെ ചെറിയ ജാറുണ്ടല്ലോ നമ്മൾ പൊടിച്ചെടുക്കുന്ന ആ ജാറിലിട്ടിട്ടൊന്നങ്ങ് പൊടിച്ചെടുക്കാം. അപ്പം നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ പൊടിച്ചെടുക്കുന്ന കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിപ്പോൾ അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി റോസ്റ്റ് ചെയ്യണമെന്നില്ല, ഈ ഒരു ചൂടിൽ അങ്ങനെ അങ്ങ് ആയി വന്നോളും. പിന്നെ ഇതിലേക്ക് ഡ്രൈ മാംഗോ പൗഡർ ഉണ്ടെങ്കിൽ അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ. ഞാനിപ്പോൾ അതൊന്നും ഇല്ല. അപ്പം എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് അങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ക്രഷ് ആയതിന് ശേഷം പിന്നെ ആ ഒരു ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അങ്ങ് നന്നായിട്ട് പൗഡറാക്കി എടുക്കണം. നല്ല ഫൈനായിട്ട് തന്നെ പൗഡറാക്കി എടുക്കണം. അങ്ങനെ ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെനിക്കിപ്പം ഈ ഒരു പാവ് ബജി മസാലക്ക് കുറേയൊന്നും വേണമെന്നില്ല, ഇത് മുഴുവനായിട്ടും വേണമെന്നില്ല. ഒരു 3-4 ടേബിൾ സ്പൂണൊക്കെ ശരിക്കും പറഞ്ഞാൽ മതിയാവുള്ളൂ. അപ്പം എന്നാലും പൊടിക്കുമ്പോൾ നമ്മളൊരു കണക്ക് വെച്ചിട്ടല്ലേ പൊടിക്കുക. അപ്പോൾ ഇനി ഇത് ബാക്കിയുള്ളത് നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്തിട്ട് വെക്കാം. അങ്ങനെ പിന്നെ മസാലപ്പൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് പാവ് ബജിക്കുള്ള ഒരു മസാല കൂട്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആ ഒരു സബ്ജി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാനിപ്പോൾ ഒരു കുക്കറിലേക്ക് കുറച്ച് ഓയിൽ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകവും നമ്മൾ ഈ ഉണ്ടാക്കിയ മസാലപ്പൊടി ഉണ്ടല്ലോ അതും 1 ടീസ്പൂണും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള 2 തക്കാളി ഞാനങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ വെജിറ്റബിൾസ് ഞാൻ എന്തൊക്കെയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റും ബീട്രൂട്ടുമാണ് എടുക്കുന്നത്. അപ്പം ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റുമാണ് എടുത്തത്. ബീട്രൂട്ട് മീഡിയം വലിപ്പത്തിലുള്ള ബീട്രൂട്ടിന് ഒരു 1/2 പീസ് മാത്രമേ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതിന് കണക്കായിട്ട് കുറച്ച് ഉപ്പങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി അങ്ങ് മിക്സാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് ബീട്രൂട്ടിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കൂടുതൽ വേണ്ട, അതുകൊണ്ടാണ് ഞാൻ പകുതി മാത്രം ചേർത്തത്. പിന്നെ നല്ലൊരു കളർ കിട്ടും, നല്ലൊരു റെഡിഷ് കളർ കിട്ടും ബീട്രൂട്ട് വെന്തിട്ട് ഇങ്ങനെ ഉടഞ്ഞു വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാം കൂടെ മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ വെജിറ്റബിൾസ് നന്നായിട്ട് ഉടഞ്ഞു കിട്ടുന്ന കണക്കിന് തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പം 1.5 ഗ്ലാസോളം വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇത് ഒരു 5-6 വിസിൽ വരുന്നത് വരെയും വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 4-5 വിസിൽ കഴിഞ്ഞപ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്.
ഇത് തുറന്ന് നോക്കുമ്പോൾ വെള്ളമുണ്ട്, നമ്മുടെ വെജിറ്റബിൾസ് അത്യാവശ്യമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് നേരത്തെ ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയ ഒരു സാധനമാണ്, ഞാൻ ഇതിനായിട്ട് വാങ്ങി വെച്ചതാണ്. കുറച്ച് കോളിഫ്ലവർ ഉണ്ട്, അപ്പോൾ അത് ഒരു ഹാഫ് പീസ് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 ഫ്ലോററ്റ്സ്, 2-3 ആ ഒരു ഇതങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറിയ പീസാക്കിയിട്ട്. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അതും ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി ഒന്നും കൂടെ നന്നായിട്ട് ഈ വെള്ളമൊക്കെ വറ്റി ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെയും അങ്ങനെ അങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഉടച്ചെടുക്കണം. അത് വേറൊരു മസാലക്കൂട്ട് ഉണ്ടാക്കിയതിന് ശേഷം അതിലിട്ടിട്ട് ഉടച്ചെടുക്കുക. അപ്പം ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിലിൻ്റെ കൂടെ 2-3 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ബട്ടറിൻ്റെ ആ ഒരു എക്സ്ട്രാ ടേസ്റ്റാണ് ഇതിന് കൂടുതലായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ കുറച്ചധികം ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഉള്ളി അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയും നന്നായിട്ട് കുഴഞ്ഞിട്ടിരിക്കണം. അപ്പം ചെറുതായിട്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് സോഫ്റ്റായിട്ടൊന്ന് വാടി വന്നോളും. അപ്പം ഞാനിപ്പം സവാള ഇട്ടിട്ട് അങ്ങ് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്, വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഹാഫ് പീസാണ് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. എല്ലാം കൂടെ നന്നായി മിക്സാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് ഇനിയിപ്പം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിപ്പം പൊടിച്ച് വെച്ചിട്ടുള്ള ആ മസാല പൗഡർ അതൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിപ്പം കുറച്ച് കസൂർ മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. കസൂർ മേത്തി അത്യാവശ്യം നല്ല ഫ്ലേവറും സ്മെല്ലും കിട്ടുന്നതാണ്. അപ്പോൾ അത് കുറച്ചങ്ങ് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കാം. പിന്നെ ഈ കസൂർ മേത്തി എന്ന് പറയുന്നത് ഡ്രൈ ആയിട്ടുള്ള ഉലുവച്ചെടിയാണ്. അപ്പം ഞാൻ ഫ്രഷ് വാങ്ങിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഇങ്ങനെ ആവശ്യമുള്ള സമയത്ത് കുറച്ച് എടുത്തിട്ട് അതൊന്ന് ഓവനിൽ വെച്ച് ഡ്രൈ ആക്കി എടുത്തിട്ടാണ് ഇങ്ങനെ യൂസ് ചെയ്യാറ്. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ തന്നെ ഒന്ന് വീഡിയോയിൽ കാണിക്കാം എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി, 1/2 ടീസ്പൂൺ വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഞാനിപ്പോൾ ഒരു പച്ചമുളക് അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് അങ്ങ് മിക്സ് ആക്കിയിട്ട് ആ ഒരു മസാലയൊക്കെ ഒന്ന് എല്ലാത്തിലും പിടിച്ചൊന്ന് കുഴഞ്ഞ് വരാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഞാനിപ്പോൾ എടുക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ ആ മസാല പൊടിച്ചെടുത്ത ആ ഒരു മിക്സിയിൽ എന്തായാലും കുറച്ച് പൊടികളുണ്ട്. അപ്പോൾ അതിൽ ഞാനൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇപ്പോൾ 1/2 ഗ്ലാസ്സാണ് ചേർത്ത് കൊടുത്തത്. ബാക്കിയുള്ള വെള്ളം കളയേണ്ട, അത് പിന്നെ എന്തായാലും ചേർക്കാൻ ആവശ്യം വരും. ഇതിപ്പോൾ നന്നായി മിക്സാക്കിയിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നേരത്തെ വേവിച്ചിട്ടുള്ള ആ ഒരു വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതെല്ലാം കൂടെ ഇതിലേക്ക് അങ്ങോട്ട് കൊടുത്തിട്ട് നന്നായി മിക്സാക്കി എടുക്കാം. മിക്സാക്കിയിട്ട് ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്നാലും പോരാ, ആ ഒരു വെജിറ്റബിൾസിൽ ഇങ്ങനെ എന്തെങ്കിലും എടുത്ത് കാണുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് അങ്ങ് ഉടച്ചിട്ട് മാഷ് ചെയ്തെടുക്കണം. അപ്പം ഞാനിപ്പോൾ നന്നായി മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പൊട്ടാറ്റോ മാഷർ എടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മാഷ് ചെയ്തെടുക്കാം. ഇങ്ങനെ മാഷറൊന്നും ഇല്ല, നമുക്ക് മാഷ് ചെയ്യാനുള്ള എന്തെങ്കിലും മരത്തവിയൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് ഒന്ന് മാഷ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ടങ്ങ് ഉടച്ചെടുക്കണം. ആ വെജിറ്റബിൾസൊക്കെ കാണാത്ത വിധത്തിൽ തന്നെ ഉടച്ചെടുക്കണം. അപ്പോഴാണ് ആ ഒരു വെജിറ്റബിളിൻ്റെ സത്തൊക്കെ ശരിക്കും ഇതിലേക്ക് ഇറങ്ങി വരുള്ളൂ. ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് തുടങ്ങിയിട്ട് വറ്റി വരുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതങ്ങ് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ വെജിറ്റബിൾസ് കാണുന്നിടത്ത് ഒന്നങ്ങ് ഉടച്ചു കൊടുത്താൽ മതി. പിന്നെ എൻ്റെ അടുത്ത് നേരത്തെ ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയ ഒന്നാണ്, 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ മുളക് പൊടിയും മസാലപ്പൊടിയൊക്കെ ചേർത്ത കൂട്ടത്തിൽ തന്നെ ചേർത്ത് കൊടുക്കണം. എൻ്റെ അടുത്ത് വിട്ടുപോയതാണ് അത്. പിന്നെ ഓർമ്മ വന്നപ്പോൾ ഇപ്പോൾ അങ്ങ് ചേർത്ത് കൊടുത്തതാണ്. എല്ലാം കൂടെ ഇട്ട് നന്നായി മിക്സാക്കിയിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബന്നൊന്ന് റെഡിയാക്കി എടുക്കണം. ഇതിപ്പോൾ ഞാൻ പുറത്തുനിന്ന് വാങ്ങിയ ബന്നാണ്. പാവ് ബൻ എന്ന് പറഞ്ഞിട്ട് തന്നെ വാങ്ങുന്നതാണ്. അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബട്ടറിലൊന്ന് നന്നായിട്ട് മൊരിച്ചെടുക്കുക. ബട്ടറിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഞാനിങ്ങനെ ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ നന്നായി മെൽറ്റായി വന്നു കഴിഞ്ഞാൽ ഓരോ ബ്രെഡ് പീസ് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ബജി മസാല നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. എല്ലാ വെജിറ്റബിൾസും ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 1/2 മുറിയോളം നാരങ്ങ ഞാനങ്ങ് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായി അങ്ങ് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡിയായി. അപ്പോഴേക്കും നമ്മുടെ ബട്ടർ ഇതാ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ ഓരോ ബന്നിട്ട് കൊടുത്തിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു മെൽറ്റായി വന്ന ബട്ടറിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ മസാല ഉണ്ടല്ലോ അത് കുറച്ച് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1-2 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം അതിലേക്ക്
നമ്മുടെ ബ്രെഡ് ഇട്ടിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു ബ്രെഡിൽ പിന്നെ ഈ ഒരു മസാലയൊക്കെ പിടിച്ച് വരുമ്പം അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ വരും. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം 4 സൈഡും നന്നായിട്ട് ബട്ടറിലൊന്ന് മുരിച്ചെടുത്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പം ഞാനിപ്പം പ്ലേറ്റിലേക്ക് ടോസ്റ്റ് ചെയ്തിട്ടുള്ള ബണ്ണ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ ഈ ഒരു മസാല അങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം. പിന്നെ മസാലയിലേക്ക് കുറച്ച് ബട്ടർ, ആ ചൂടിൽ തന്നെ ബട്ടർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മെൽറ്റായി വരുമ്പോൾ കാണാനും ഭംഗിയാണ്, അടിപൊളി ടേസ്റ്റുമാണ്. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞിട്ട് അങ്ങ് വിതറി കൊടുക്കാം. കുറച്ച് ഉള്ളി നുറുക്കിയിട്ട് അങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം. കുറച്ച് കക്കിരി, അതുപോലെ നാരങ്ങ, ഇതൊക്കെ വെച്ചിട്ടാണ് സെർവ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ പണ്ടുള്ളതാണ്, എൻ്റെ ചെറുപ്പത്തിലുള്ള എനിക്ക് തിന്നാൻ തരുന്ന പ്ലേറ്റാണിത്. ചോറ്, ഒരു സൈഡിൽ കറി, ചമ്മന്തി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുട്ട, ഇതൊക്കെ വെച്ച് തരുന്ന ഒരു കറിയാണ്. കുറേ കാലമായിട്ടുള്ള പ്ലേറ്റാണ്. അങ്ങനെ നമ്മുടെ പാവ് ബജി സെർവ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ പോയി കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് ഈ ഒരു പാവ് ബജി. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്ക്, നല്ല ടേസ്റ്റാണ്. പിന്നെ ആ ബീട്രൂട്ട് ഇട്ടത് കൊണ്ട് തന്നെ നല്ല അടിപൊളി കളറും ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ ഫുഡ് കളറൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. ആ ബീട്രൂട്ടിൻ്റെ കളർ തന്നെയാണ് ഇതിൽ വന്നത്. പിന്നെ ആ ഒരു പാവ് ബജീൻ്റെ മസാല പൗഡർ ഉണ്ടാക്കാൻ അതും ഈസിയാണ്. കുറച്ച് നമുക്ക് ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കി വെച്ചാൽ മതി. ഒരുപാടൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നഷ്ടപ്പെടും. കുറേ ദിവസം കഴിഞ്ഞിട്ടല്ല നമ്മൾ ഇതൊക്കെ എടുക്കുകയുള്ളൂ. എപ്പോഴും എടുക്കുന്ന സാധനമല്ലല്ലോ. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്കുള്ളതെല്ലാം സെറ്റായിട്ടുണ്ട്. വത്തക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എഗ്ഗ് മസാല ഫ്രൈ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ടുള്ള സ്റ്റാർ പാവ് ബജി തന്നെയാണ്. ചപ്പാത്തിയാണ് ഇന്നത്തെ നാസ്തക്ക് ഉണ്ടാക്കിയത്. ചപ്പാത്തീൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് മീൻ ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നേ, മാന്ത. അപ്പം മാന്ത വെച്ചിട്ട് മുളകിടലും മീൻ ചാറും ഉണ്ടാക്കി, തേങ്ങ അരച്ചിട്ടുള്ളതും. അപ്പോൾ നാസ്തക്ക് വേണ്ടിയിട്ട് ചപ്പാത്തിയും മീൻ ചാറും മുളകിട്ടതും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണം. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ കീപ്പ് വാച്ചിങ് മൈമൂൺസ് കിച്ചൻ. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു. ടാറ്റ, ബൈ ബൈ.